CPIM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് തുടരുമെന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ അടക്കമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്നാണ് ഇപ്പോൾ പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. 4 പുതുമുഖങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത്. KG സത്യൻ, M തങ്കദുരൈ, തിലോത്തമ സോമൻ, ലിസി ജോസ് എന്നിവരാണ് പുതുമുഖങ്ങൾ. CV വർഗീസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ നിന്നും വരുന്നത് 4 പുതുമുഖങ്ങളാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. CV വർഗീസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തുടരും. ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ. അതാണിപ്പോൾ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇടുക്കിയിൽ പാർട്ടി നേതൃത്വം CV വർഗീസ് തന്നെ നയിക്കും പാർട്ടിയെ. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് 4 പുതുമുഖങ്ങൾ കൂടി ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. CV വർഗീസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി തുടരും. ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനത്തിന് സമാപനമാകും. അതിനുശേഷം വൈകിട്ട് ബഹുജന റാലിയും റെഡ് വോളണ്ടിയർ മാർച്ചും നടക്കും. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനം ഉണ്ടാകും, സമാപന പൊതുസമ്മേളനം ഉണ്ടാകും. അങ്ങനെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് സമാപനമാവുകയാണ്. അവസാനഘട്ട നടപടിക്രമങ്ങൾ, സംഘടനാ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് തുടരുമെന്നതാണ് CPIM-നെ സംബന്ധിച്ച് അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ജോസിൽ ചേരുകയാണ്. ജോസിൽ, CV വർഗീസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി തുടരും. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ. എത്രയംഗ ജില്ലാ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? മനു, CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. CV വർഗീസിന് ഇത് 2ാം ഊഴമാണ്. നമുക്കറിയാം, DYFI രംഗത്ത് CV വർഗീസ് ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് വരുന്നത്. DYFI-യുടെ അമ്പലമേട് യൂണിറ്റ് സെക്രട്ടറിയായാണ് പാർട്ടി രംഗത്ത് തുടക്കം കുറിച്ചത്. തങ്കമണി പഞ്ചായത്തിലെ കർഷകത്തൊഴിലാളി സമരങ്ങളുടെ നേതൃത്വമായി, പ്രത്യേകിച്ച് ഭൂസ്വാമിമാർക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നത്. അതിനുശേഷം യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം നമുക്കറിയാവുന്നത് പോലെ തന്നെ വീട്ടിൽ നിന്ന് പോലും പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലും പാർട്ടിയോട് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. DYFI-യുടെ അമ്പലമേട് യൂണിറ്റ് സെക്രട്ടറിയായും കാമാക്ഷി പഞ്ചായത്ത് സെക്രട്ടറിയായും DYFI ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായും സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും എല്ലാം പ്രവർത്തിച്ചതിന് ശേഷമാണ് CPM-ന്റെ ഇടുക്കി ഏരിയ സെക്രട്ടറി ആകുന്നത്. അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 4 പുതുമുഖങ്ങളാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലുള്ളത്. 1 KG സത്യൻ, 2 M തങ്കദുരൈ, തിലോത്തമ സോമൻ, ലിസി ജോസ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ. മനു, തീർച്ചയായും അങ്ങനെ പാർട്ടിക്ക് ഇടുക്കിയിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് തുടരും. തുടർച്ചയായ 2ാം വട്ടമാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി അവിടെ അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. ഏതായാലും ഏകകണ്ഠേനയാണ് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 4 പുതുമുഖങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CV വർഗീസിന് ഇടുക്കിയിൽ CPIM ജില്ലാ സെക്രട്ടറിയായി 2ാം ഊഴം. വിവരങ്ങളാണ് ജോസിൽ നൽകിയത്.